മഹാഭാരതം വനപർവ്വത്തിൽ പറയുന്ന ഈ കഥ പാണ്ഡവന്മാരുടെ വനവാസകാലത്ത് സംഭവിച്ചതാണ്. തപസ് ചെയ്യുന്ന അർജുനനെ പരീക്ഷിക്കുന്നതിനായി പരമശിവൻ വേടനായും പാർവതി വേടത്തിയായും ഭൂതഗണങ്ങൾ അനുജന്മാരായും വേഷം മാറി കാട്ടിലൂടെ നടക്കുമ്പോൾ മോഹൻ എന്ന അസുരൻ കാട്ടുപന്നിയുടെ രൂപത്തിൽ അർജുനനെ ആക്രമിക്കാൻ മുന്നിലെത്തി. അവിടെയുള്ള ശിവനും അർജുനനും ഒരേ സമയം എയ്ത അമ്പുകളേറ്റ് കാട്ടുപന്നിയായി വേഷം മാറിയ മൂകാസുരൻ അസുരരൂപത്തിലേക്ക് മാറി. തുടർന്ന് അർജുനനും ശിവനും തമ്മിൽ പന്നിയെ കൊന്നതിന്റെ പേരിലുള്ള അവകാശ തർക്കം ഉടലെടുത്തു. അങ്ങനെ അർജുനനും വേടനും തമ്മിൽ ഉടലെടുത്ത യുദ്ധത്തിൽ വേടന്റെ ദേഹത്ത് അർജുനൻ എയ്ത അമ്പ് കൊള്ളാതിരുന്ന നിമിഷം അർജുനൻ തന്റെ മുന്നിൽ നിൽക്കുന്നത് പരമശിവനാണെന്ന് തിരിച്ചറിഞ്ഞ മാപ്പ് പറയുന്നു. തുടർന്ന് ശിവൻ അർജുനന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിക്കുന്നു. ഉത്തര മലബാറിന്റെ വിശ്വാസാചാരങ്ങളിലെ വേറിട്ടൊരു ആചാരമാണ് വേടൻ കെട്ടിയാടൽ എന്നത്. കർക്കിടക മാസം ആരംഭിക്കുന്നതോടുകൂടി കുട്ടികൾ വേടൻ വേഷം കെട്ടിക്കൊണ്ട് വീടുകളിൽ കയറിയിറങ്ങുന്നത് മലബാറുകാർക്ക് സുപരിചിതമായൊരു കാഴ്ചയാണ്. വേടന്റെയൊപ്പം ചെണ്ട കൊട്ടിക്കൊണ്ട് സഹായികളും ഉണ്ടാകും. ഈ സഹായികൾ ചെണ്ട കൊട്ടിക്കൊണ്ട് പാടുന്ന പാട്ടിനെയാണ് വേടൻ പാട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. അർജുനൻ തപസിരുന്നപ്പോൾ വേഷം മാറി വന്ന പരമശിവന്റെ കഥയാണ് പാട്ടിന്റെ ഇതിവൃത്തം. മുഖത്തും ദേഹത്തും ചായം പൂശി തിളങ്ങുന്ന കിരീടവും ആടയാഭരണങ്ങളും ധരിച്ച് വീടുകളിലേക്ക് കയറി ചെല്ലുന്ന വേടനെ വീട്ടുകാർ വിളക്ക് വെച്ച് പറയിൽ അരി നിറച്ച് പലകമേൽ വെച്ച് സ്വീകരിക്കുകയാണ് പതിവ്. വേടന് പുറമെ ആടിയും കെട്ടിയാടിക്കാറുണ്ട്. ഇതിൽ വേടൻ ശിവനും ആടി പാർവതിയുമാണെന്നാണ് വിശ്വാസം. വേടന് ശേഷമാണ് ആടി കെട്ടിയാടിക്കപ്പെടാറുള്ളത്. മലയൻ സമുദായക്കാർ വേടൻ കെട്ടിയാടുമ്പോൾ വണ്ണാൻ സമുദായക്കാരാണ് ആടി കെട്ടിയാടുന്നത്. കർക്കിടകത്തിലെ കോരിച്ചൊരിയുന്ന മഴയിൽ കുട്ടിത്തെയ്യങ്ങളുടെ കെട്ടിയാടൽ സമ്മാനിക്കുന്ന അനുഭൂതിയും മനോഹാരിതയും വിവരണാതീതമാണ്. എന്നാൽ ഈ പുതിയ കാലത്ത് വേടൻ കെട്ടിയാടൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികളിൽ പലർക്കും പരമ്പരാഗതമായ ഈ ഒരു ആചാരം നിലനിർത്താൻ സമയവും സന്ദർഭവും ലഭിക്കുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം. തൊഴിലില്ലായ്മ കാരണം മറ്റു പല ദേശങ്ങളിൽ തൊഴിൽ തേടി യുവാക്കൾ പോയതിനാൽ നാട്ടിൽ തെയ്യം കെട്ടാൻ പുതുതലമുറയെ ലഭിക്കുന്നില്ല എന്നതും മറ്റൊരു പ്രതിസന്ധിയാണ്. എന്നാൽ ഈ പ്രതിസന്ധികളൊക്കെയും തരണം ചെയ്തുകൊണ്ട് ഇപ്പോഴും നമ്മുടെ ഗ്രാമങ്ങളിൽ വേടന്റെയും ആടിയുടെയും സാന്നിധ്യം കാണാം. ആധുനികതയോട് പൊരുതി നിൽക്കുന്ന പൈതൃകത്തിന്റെ നിലക്കാത്ത പോരാട്ടത്തിന്റെ അവശേഷിപ്പുകളാണ് നമ്മുടെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന തെയ്യം പോലെയുള്ള കലാരൂപങ്ങൾ.